നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. അങ്ങനെ രമേശ് പിഷാരടി കോൺഗ്രസിന് വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. വളരെ സന്തോഷകരമായ വാർത്തയാണ്. രമേശ് പിഷാരടിക്ക് ആദ്യം തന്നെ എല്ലാവിധ വിജയാശംസകളും നേരെയാണ്. 100% രമേശേട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് രമേശ് പിഷാരടി? ഒരുപാട് പാർട്ടി പ്രവർത്തകരുണ്ട്, പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വം കൊടുത്തൂടെ? എന്തിനാണ് രമേശ് പിഷാരടിക്ക് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ സാധാരണക്കാരനായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോ KSUവിന്റെ നേതാവ് ഗുരുവായൂർ ഇതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ മീഡിയ വണ്ണൊക്കെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് വലിയ ചർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അതിൽ നമ്മൾ ആരെയും പറയത്തില്ല, എല്ലാ ആളുകളെയും പറയും. ഈ പാർട്ടി ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ എല്ലാ നേതാക്കന്മാരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിമർശിക്കുന്ന സംഭവമാണ്. അതാണല്ലോ ഈ ഗ്രൂപ്പ്. അതിൽ നിന്ന് പിന്നെ നല്ല കാര്യങ്ങൾ ആ ചർച്ചയിലൂടെ ഉടലെടുത്ത് ആണ് ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രമേശ് പിഷാരടിയെ കുറിച്ച് ഗുരുവായൂർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത് വാർത്തയാവുന്നു. അത്തരത്തിലുള്ള ചോർത്തലുള്ള ആളുകളൊക്കെ ആദ്യം പിടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എന്തുകൊണ്ട് രമേശ് പിഷാരടി എന്ന് ചോദിക്കുമ്പോൾ, രമേശ് പിഷാരടി ഒരു കലാകാരനാണ്. കലാകാരന്മാർക്കും പറയാൻ ഒരു വേദി ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള കാര്യം. മാത്രമല്ല, ഒരു കലാകാരനായി ഇരിക്കുമ്പോൾ തന്നെ രമേശ് പിഷാരടി പറയുന്ന കാര്യങ്ങൾ കേട്ട് ചിരിക്കുന്നത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ഹ്യൂമർ സെൻസ് ഉള്ള ആളുകളും രമേശ് പിഷാരടിയുടെ കോമഡികളൊക്കെ കേട്ടിട്ട് ചിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള രമേശ് പിഷാരടി ഒരു വലിയ സദസ്സിന്റെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, എൻ്റെ ഒരു വലിയൊരു പ്രവർത്തനത്തിന്റെ സമയം ഞാൻ പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു സമയത്താണ് എനിക്കത് തോന്നിയത്. കാരണം എന്റെയും കൂടി ഒരു സാന്നിധ്യം ഈ പാർട്ടിയിൽ വേണമെന്ന് ഒരു വലിയ സദസ്സിന് മുമ്പിൽ ഒരു 4-5 വർഷം മുമ്പ് ശ്രീ രമേശ് പിഷാരടി പറയുകയുണ്ടായി. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്തായിരുന്നു. അത് തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു. എല്ലാവരും ആ ഒരു പ്രസംഗം കേട്ടതാണ്. വളരെയധികം ജനങ്ങളിലേക്ക് എത്തിയ ഒരു പ്രസംഗം കൂടിയായിരുന്നു അത്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ വളരെ അടിപൊളിയായിട്ട് രമേശ് ഏട്ടൻ ട്രോളിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ടോക്കും കൂടിയായിരുന്നു. അപ്പോൾ അത്തരത്തില് പാർട്ടി വിജയിച്ച് എനിക്കൊരു സ്ഥാനം വേണം എന്ന് പറഞ്ഞു വരുന്ന കൂട്ടത്തിലല്ല രമേശ് പിഷാരടി ഉള്ളത്. ഏറ്റവും നിലത്ത് വീണ് കിടക്കുമ്പോൾ അവിടുന്ന് കൈപിടിച്ച് ഉയർത്തുന്ന രീതിയിൽ എൻ്റെയും കൂടി സാന്നിധ്യം വേണം, ഞാൻ ഈ പാർട്ടിയുടെ ആളാണ് എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ. അതായത് ഇത്രയും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ അങ്ങനെ പറയുമ്പോൾ 100% അയാൾ കോൺഗ്രസ്സുകാരനാണ്. അയാളുടെ ഉള്ളിൽ അത്രയും കോൺഗ്രസിനോട് സ്നേഹം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത്രയും വീണ് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വാക്കുകൾ പുറത്തേക്ക് വരിക. അപ്പോൾ രമേശ് പിഷാരടി ഒരു കോൺഗ്രസ്സുകാരനല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് ബാലുശ്ശേരിയിൽ ധർമ്മജൻ മത്സരിച്ചപ്പോൾ ധർമ്മജന്റെ കട്ടക്ക് കൂടെ നിന്ന ഒരാളാണ് രമേശ് പിഷാരടി. അപ്പോ എന്തുകൊണ്ടും അദ്ദേഹം മത്സരിക്കാൻ യോഗ്യനാണോ എന്നൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന് നന്നായിട്ട് ജനങ്ങളുടെ പൾസ് അറിയാൻ സാധിക്കുന്നു. പിന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾ അത് ഇനി ഉണ്ടായി വരേണ്ടതാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാവും തോന്നുന്നു. ജനങ്ങളിലേക്ക് അവരുടെ ക്ഷേമമൊക്കെ അന്വേഷിച്ച് ആ കാര്യങ്ങൾക്ക് പരിഹാരം കാണാനൊക്കെ രമേശ് പിഷാരടിക്ക് പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും പാലക്കാട്ടെ ഒരുപാട് ജനങ്ങളുടെ ഒരു സപ്പോർട്ട് രമേശ് പിഷാരടിക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രമേശ് പിഷാരടി പാലക്കാട് ജനിച്ചു വളർന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൗമാരത്തിലാണ് തോന്നുന്നു അവര് ഈ എറണാകുളത്തേക്കൊക്കെ മാറിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ ഏതായാലും രമേശ് പിഷാരടി വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ പാലക്കാട് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, രമേശ് പിഷാരടിയുടെ ഒരു അറിവ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിഭീകരമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ജയസൂര്യയുമായിട്ടൊരു പരിപാടി മനോരമ ചാനലിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ അദ്ദേഹം AI കുറിച്ച് സംസാരിക്കുന്നതും ഒക്കെ തന്നെ ഭയങ്കര നോളേജ് ഉള്ള ഒരു മനുഷ്യനാണ്. ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ആഴത്തിൽ മനസ്സിലാക്കി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് രമേശ് പിഷാരടി. അപ്പോ ആ സമയത്ത്, അതായത് ധർമ്മജനൊക്കെ മത്സരിക്കുന്ന അതായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ രമേശ് പിഷാരടി എല്ലാ മത്സരാർത്ഥികൾക്കും വേണ്ടി, UDFന്റെ എല്ലാ മത്സരാർത്ഥികൾക്കും വേണ്ടി പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രചാരണത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കേരളത്തിലെ എല്ലാ സഖാക്കളും രമേശ് പിഷാരടിയെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച പോലെ ഒരവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം
ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിട്ടതിന് ശേഷമാണ് പിന്നെ നമ്മൾ മമ്മൂട്ടിയോടൊപ്പം പിഷാരടിയെ കാണാൻ തുടങ്ങിയത്. മമ്മൂട്ടി എവിടെ പോകുമ്പോഴും പിഷാരടി അതിന് ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു കാഴ്ച മലയാളികൾ കണ്ടു തുടങ്ങി. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നത് ഈ സൈബർ ഇടങ്ങൾ കുറച്ചൊക്കെ രമേശ് പിഷാരടിയെ ട്രോളുന്നത് കുറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ട്രോളിയർക്കൊക്കെ ഒരു വലിയ മറുപടിയുമായിട്ടാണ് രമേശ് പിഷാരടി വരുന്നത് എന്നും കൂടി എനിക്ക് ഇതിൽ തോന്നുന്നു. കാരണം ആ പറഞ്ഞവരുടെ ഒക്കെ വായടപ്പിക്കാൻ രമേശ് പിഷാരടിക്ക് ഈ ഇലക്ഷനിലൂടെ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആ വസ്ത്രധാരണം അത് തീർച്ചയായിട്ടും പാലക്കാട്ടത്തെ BJP ആയിട്ടുള്ള ആളുകൾക്ക് കുറെ കൂടെ സന്തോഷകരമാവും തോന്നുന്നു. കാരണം ഒരു BJP ടച്ചുള്ള ഒരു കളറാണ് രമേശ് പിഷാരടി ചൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പൊ രമേശ് പിഷാരടിയോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷർട്ട് എടുത്തത് എന്ന് ചോദിച്ചു പറയാ, ഞാൻ സ്വാഭാവികമായിട്ടും ഇടുന്ന ഒരു ഷർട്ട് എടുത്ത് ഇട്ടു, അത്രേ ഉള്ളൂ, അതിനിപ്പോ കളർ ഒന്നും നോക്കിയില്ല എന്ന് പറയും. അത് അവരുടെ ഒരു ട്രിക്കാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ടാണ് ആ കളറ് സെലക്ട് ചെയ്തിട്ട് ഇട്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരിക്കൽ രമേശ് പിഷാരടി പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ, നമ്മൾ ഈ ഹിന്ദുക്കളെ വിമർശിക്കുമ്പോൾ, അതായത് ഹിന്ദുക്കളെ സംഘികളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. കാരണം അമ്പലത്തിൽ പോകുകയും അവിടെ പ്രാർത്ഥിച്ച് ചന്ദനക്കുറിയിട്ട് വരുന്ന ഒരാളെ നമ്മൾ സംഘി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ മൊത്തം ബാധിക്കും, അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഹിന്ദുക്കളുടെ ഇടയിൽ സംഘികളെ വിമർശിക്കാൻ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരം ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ നീ ചന്ദനക്കുറി ഇടുന്നു അല്ലെങ്കിൽ അവന്റെ ഒരു വലിയ ചോപ്പൂറി കണ്ടാൽ തന്നെ നീ സംഘിയാണ് എന്ന് മുദ്ര കുത്തുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ബോറാണ്. കാരണം സംഘികൾ മാത്രമല്ല അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ സംഘികളെ പേടിച്ചിട്ടും ആളുകൾ അത്തരം പൊട്ടുകൾ തൊടാതിരിക്കുന്നു എന്നുള്ളത് വേറൊരു വസ്തുതയും കൂടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. മാത്രമല്ല പല വിമർശനങ്ങളിലും വന്നിട്ടുള്ള ഒരു കാര്യം, രമേശ് പിഷാരടി മാർക്സിസ്റ്റുകാരെ പറയുന്നു, കമ്മ്യൂണിസ്റ്റുകാരെ പറയുന്നു, ഇന്ന് വരെ BJP-ക്കാരെ പറഞ്ഞിട്ടില്ല എന്നതുകൂടിയുണ്ട്. കാരണം നമുക്കറിയാം കേരളത്തിൽ ആകെ 4-5 പ്രാവശ്യം മാത്രമാണ് രമേശ് പിഷാരടി എന്ന് പറയുന്ന മനുഷ്യൻ, ആ കലാകാരൻ പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വളരെ വ്യക്തമായ നയം വ്യക്തമാക്കിയതൊക്കെ എല്ലാം കൂടി എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പൊതുവേദികളിൽ കൂടിയാൽ 5 പ്രാവശ്യമാണ് രമേശ് പിഷാരടി രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും തന്നെ രമേശ് പിഷാരടി അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ 1-2 പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ രമേശ് പിഷാരടി എല്ലാവരും കൂടി അതിൽ ഭയങ്കരമായി വിമർശിക്കുന്നു. അപ്പോ അതിനൊക്കെ ഒരു വലിയ മറുപടിയായി രമേശ് പിഷാരടി പാലക്കാടിന്റെ ഒരു MLA ആയി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 100% അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും പാലക്കാട്ടെ ജനങ്ങളുടെ ഒക്കെ പിന്തുണ രമേശ് പിഷാരടിക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരുപാട് പേരെ രമേശ് പിഷാരടിക്ക് സ്വാധീനിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കലാകാരന്മാരുടെ ഇടയിൽ നിന്നും ഒരു കോൺഗ്രസ് MLA അല്ലെങ്കിൽ ഒരു എന്താ പറയുക UDF-ന്റെ MLA വരുന്നു എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ചരിത്രമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചരിത്രത്തിന്റെ വലിയൊരു ഭാഗമാവാൻ ശ്രീ രമേശ് പിഷാരടിക്ക് കഴിയട്ടെ, അതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും പ്രിയപ്പെട്ട സഹോദരൻ രമേശ് പിഷാരടിക്ക് നേരുന്നു. നന്ദി, നമസ്കാരം.